ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ഫുഡാണ് കേട്ടോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നിങ്ങൾക്കറിയായിരിക്കും, എന്നാലും ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഈ ഫുഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം കേട്ടോ. ഇൻവിസിബിൾ സിബൊക്കെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധാ ഫുഡില്ലേ, ആ ഒരു ഫുഡ് തന്നെയാണ് ഇതിനും വരുന്നത്. ഇപ്പോൾ സാധാരണ പ്രഷർ ഫുഡറില്ലേ, എൻ്റെ ഇതായിരുന്നു. അപ്പോൾ ഈ ഫുഡ് തന്നെയാണ് ഇതിന്. പക്ഷേ ഇതിൻ്റെ ഈ സൈഡിൽ വേറെ ഹോൾസ് ഒന്നും ഇല്ല, പക്ഷേ ഇതിനുണ്ട്, കണ്ട. അപ്പോൾ നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ ഇതുമാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാനായിട്ട് ഇതുപോലത്തെ രണ്ടെണ്ണമാണല്ലോ എടുക്കാറ്. ഇതുപോലെ രണ്ട് സൈഡായിട്ട്, അതായത് ഒറ്റ ഫുട്ട് അതിനെ രണ്ടാക്കി തിരിച്ചു അല്ലേ, ഇതുപോലെ. അപ്പം അതാണ് നമ്മളുടെ ഈ ഒറ്റ ഫുട്ട്. അപ്പം നമ്മൾ അഴിച്ചു മാറ്റി ഇത് ഒരു സൈഡ് അടിക്കുമ്പോൾ ഇത് മറ്റേ സൈഡ് അടിക്കുമ്പോൾ ഇത് അങ്ങനെ വെക്കണ്ടേ. അപ്പം അതിന് പകരം ഞാനിപ്പോൾ ഈ ഒരു ഫുഡ് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഫുഡ് എന്താണ് 3 in 1 ഫുഡ് എന്നാണ് കേട്ടോ പറയണത്. 3 in 1. അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഇതിൻ്റെ നമ്മൾ സാധാ ഇട്ട് കൊടുക്കുന്നത് ഇവിടെ ഇതിങ്ങനെ ഈ സ്ക്രൂവിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കണം. പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിത് സാധാരണ രീതിക്ക് ഇതുമ വെച്ചതിന് ശേഷം നമ്മൾ ഈ സ്ക്രൂ ഉണ്ടോ, ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, ഈ സ്ക്രൂ ഒന്ന് ലൂസ് ചെയ്യണം. ഇതിപ്പോൾ സെൻറ്ററിൽ ഇരിക്കുകയല്ലേ, നമ്മൾ ഇതിപ്പോൾ സെൻറ്ററിൽ വന്നിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സെൻറ്ററിലൂടെ അടിക്കാൻ പറ്റും. അതേസമയം നമുക്ക് ഈ സൈഡാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇതിനെ അങ്ങോട്ടും ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ലൂസാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് ഇതിൽ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കിയതായിരുന്നു. അപ്പോൾ നല്ലതായിട്ട് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലൊന്ന് നമ്മൾ സാധാരണ ഫോട്ട് മാറ്റിയെടുക്കൂലേ, അത് മാറ്റുന്നത് പോലെ ഇതും മാറ്റിയിട്ട് ഇതുപോലൊന്ന് ഫിക്സ് ചെയ്യുക. നല്ല മുറുക്കി വരുന്നു. അപ്പോൾ നന്നായിട്ട് ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതിപ്പോൾ സെൻറ്റർ സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലൂടെ നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മൾ ഇപ്പം ഈ അടിയിൽ ഈ പല്ലിൻ്റെ ഇവിടെയുള്ള ഈ ഒരു ഹോളില്ലേ, സൂചി കടന്നു പോകുന്നത്, ആ ഹോളിലൂടെ വരുന്ന വിധത്തിലാണ് ഈ ഹോൾ വന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിലൂടെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് പറഞ്ഞത്, അതായത് സെൻറ്റർ സാധാ സ്റ്റിച്ചിങ്. ഇനി നമുക്ക് ഈ സൈഡ്, അതായത് നമ്മൾ സിബൊക്കെ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡ് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇതിനെ ഇവിടെ നിന്ന് ഇതുപോലൊന്ന് ലൂസാക്കണം. എന്നിട്ട് ഇത് ഇങ്ങോട്ടേക്ക് നീക്കി വെക്കണം, കണ്ട. എന്നിട്ട് ഈ ഹോളും തമ്മിൽ ഒരേപോലെ ഇരിക്കുന്ന വിധത്തിൽ വരുത്തണം. അതായത് ഈ പ്രഷർ ഫുട്ടറിന്റെ ഈ സൈഡിലുള്ള ഹോളിന്റെ പകുതിയില്ലേ, അതും നമ്മുടെ താഴെയുള്ളതും കൂടി ഒന്ന് കറക്റ്റാക്കി വെക്കുക. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്യുക ഇതുപോലെ, കണ്ട. അപ്പം നമുക്ക് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇനി നമുക്ക് ഈ സൈഡാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇൻവിസിബിൾ സിബ്. അപ്പം നമുക്ക് ആദ്യം തന്നെ എനിക്ക് നടുഭാഗമാണ് കേട്ടോ ആവശ്യം. അപ്പം ഞാൻ നടുഭാഗത്തേക്ക് നീക്കി വെച്ചു. എന്നിട്ട് ഈ സ്ക്രൂ ഒന്ന് മുറുക്കി കൊടുത്തിട്ട്, ഇപ്പം ഞാൻ സിബ് വെക്കാൻ പോകുന്നത് ഒരു സ്റ്റിച്ച് ചെയ്ത ചുരിദാറിനാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത ചുരിദാറിൻ്റെ ബാക്കിൽ സിബ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബാക്ക് വശം നമുക്ക് എത്രയാണോ വേണ്ടത് അവിടെ വരെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു. ഇതുപോലൊരു പീസ് സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ നല്ല വശം ഇവിടെ വരുത്ത വിധത്തിൽ ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ ഒരു വശം, അതായത് ഉൾഭാഗം ഇതുപോലെ സെൻറ്ററിൽ വരുന്ന വിധത്തിൽ 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ ഈ കട്ട് ചെയ്ത് നിർത്തിയ പോയിന്റ് വരെ നമുക്ക് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് തിരിച്ച് സ്റ്റിച്ച് ചെയ്യാം. താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പം നമ്മൾ ബാക്ക് പോർഷനിൽ ഈ തുണിയുടെ മുകളിലൂടെ നമ്മൾ 2 സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത്, അപ്പം നടുഭാഗം സെൻറ്റർ കട്ട് ചെയ്തതായിരുന്നല്ലോ, കണ്ട വിട്ട് വന്നേക്കണം. അപ്പം അതിലൂടെ നമ്മൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ചെയ്തു.
ഉണ്ടോ ഇതുപോലെ. അപ്പോൾ ഫ്രണ്ട് പീസിൽ മുട്ടരുതേ. ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് സിബ് വേണമെന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം വരെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടാ. ഇനി നമുക്ക് ഇതിങ്ങനെ നല്ല വശം എടുക്കുക, എന്നിട്ട് ഇവിടെ പതിച്ചടിക്കണം. ദേ കാണാൻ പറ്റില്ലേ? ഈ നമ്മുടെ ഈ പീസിൻ്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിക്കണം കേട്ടോ. നമ്മൾ പതിച്ചടിച്ചെടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. അപ്പോൾ സിബ് ഇതിപ്പോൾ ഇൻവിസിബിൾ സിബാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് നമുക്ക് സിബ് വരേണ്ടത് അല്ലേ. അതിങ്ങനെ അടിച്ച് വരുമ്പോൾ ഇതാ ഈ സൈഡ് ഇങ്ങനെ മടങ്ങിയിട്ട് ഉള്ളിലോട്ട് വരും അല്ലേ. അപ്പുറത്തെ ഭാഗം ഈ വശത്ത് സിബ് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതിങ്ങനെ വെച്ച് നോക്കണം. എന്നിട്ട് ഇവിടെ ഒരു പിൻ ചെയ്യുക. പോർഷൻസ് മാറിപ്പോകാതിരിക്കാനാണ്. ഇനി അടുത്ത വശമുണ്ടല്ലോ, അത് ഇപ്പുറത്തേക്കും വരും അല്ലേ. ഇങ്ങനെയല്ലേ വരിക. അപ്പം നമുക്ക് ഒരു പിന്ന് ഇപ്പുറത്തും ചെയ്യാം. ഇനി നമുക്ക് ഈ സിബിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വിടിയിച്ചെടുക്കാം. ഓപ്പൺ ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഇതുപോലെ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ദാ ഇതിങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ഇത് ഇങ്ങനെയാണ് വരിക അല്ലേ. നമ്മൾ ഇങ്ങനെയല്ലേ കുത്തിയിരുന്നത്. അപ്പോൾ ഇത് ദാ ഇതുപോലെ തന്നെ വരണം. അപ്പോൾ നമുക്ക് പിന്നെ ഇനി ഇവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു പോയിൻ്റ് കണ്ടോ, ആ പോയിൻ്റ് നമുക്ക് ഇതിൻ്റെ മുകളിൽ വരുന്ന വിധത്തിൽ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് തരാം. സ്റ്റിച്ച് ചെയ്യാൻ നേരത്തെ ഇതൊന്നെടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രഷർ ഫുട്ടർ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതാ ഈ സൈഡല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഈ സൈഡ് വരണം. അപ്പോൾ ആ സൈഡ് വരാനായിട്ട് നമ്മൾ ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഒന്ന് സ്ക്രൂ ലൂസാക്കുക. സൂചി മുകളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ കണ്ട. ഇനി അതൊന്ന് ടൈറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിങ്ങനെ വിടർത്തി നോക്കുക കണ്ട. എന്നിട്ട് ഈ സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ ഇത് ഇങ്ങനെ വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ വിടർത്തുമ്പോൾ നമ്മുടെ ഈ സ്റ്റിച്ചിൻ്റെ ഇപ്പുറത്തേക്ക് നീങ്ങി വരും. ഇനി സാധാ നേരെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ വരുമ്പോൾ ഇതിങ്ങനെ നിവർത്തി വെക്കുക. ഈ പീസിലെ ഇതിങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇതിനെ ഇങ്ങോട്ടേക്ക് നീക്കിയ പോലെ ഇതുപോലെ വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് ഒരല്പം താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കെട്ടിട്ട് കൊടുത്തു കണ്ടോ. ഇനി നമുക്ക് ഈ ഒരു പോർഷനിൽ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ കറക്റ്റ് ആവില്ല. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പാളിച്ച വരും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ സൈഡാണ് ഇനി വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്നുകൂടി ലൂസ് ചെയ്യുക. എന്നിട്ട് ഇതിങ്ങോട്ടേക്ക് നീക്കിയിട്ട് ഹോള് തമ്മിൽ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ സൈഡ് എടുക്കുക. നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഈ സൈഡ് എടുത്തിട്ട് ഈ പിൻ അപ്പം ഇതുപോലെ തന്നെയാണ് വരേണ്ടത്. ഇതാ ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സൂചിന് മാറ്റി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതുമുള്ളൊരു മെഴുകു പോലത്തെ അത് ഇതുപോലെ ഇത്തിരി പൊക്കിയല്ലേ നമ്മൾ അവിടെ വെച്ചിരുന്നത്, അവിടെ വെച്ചത് എങ്ങനെയാണോ അതേ ലെവലിൽ ഇവിടെയും വെക്കുക. എന്നിട്ട് ഈ സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ പിൻ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് മാറിപ്പോകില്ല, പിരിഞ്ഞു പോകില്ല കേട്ടോ. പിന്നെ നേരെ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക. താഴെ വരെ സ്റ്റിച്ച് ചെയ്തു, കെട്ടിട്ട് കൊടുത്ത് ഇനി അത് എടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ താഴെയല്ലേ ഈ സിബ്, അപ്പോൾ ഇതിനെ ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുവരിക. കണ്ട നമ്മളിത്
ഇത് ഫിറ്റ് ചെയ്തെടുത്തു. കണ്ടോ, ഇപ്പോൾ ദേ ഇവിടെ കറക്റ്റിന് വന്നത് കണ്ടോ, പോയിന്റ് ഇതാ, ഈ പോയിന്റുകൾ കറക്റ്റിന് വരും. അപ്പോൾ ഇതാ ഇങ്ങനെ ഇരിക്കും. കണ്ടോ, നമ്മൾ ഇതിനുള്ളിൽ സിബ് ഉണ്ടെന്ന് അറിയത്തില്ല. ഇനി ഇവിടെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇനി നമുക്ക് ഇവിടെ ഈ സിബ് താഴേക്ക് നീക്കിയതിന് ശേഷം നമ്മുടെ ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് മടക്കി കൊടുക്കണം. എന്നിട്ട് ഇങ്ങോട്ടേക്ക് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തത് നമ്മൾ നെക്കൊക്കെ അടിച്ച് ഫിനിഷ് ചെയ്തില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ സിബ് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത് സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറത്തേക്ക് ഇട്ടാൽ നമ്മളിത് ഇങ്ങനൊരു പീസ് കാണാൻ പറ്റില്ല. ഇത് ഇതിനുള്ളിലേക്ക് പൊക്കോളും. ഇനി ഇത് ഹെം ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് ഹെം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ ചെയ്യാം. ചുരിദാർ നല്ല സിബ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.